ഈ കൃഷ്ണപിള്ള സ്മാരകം തകർത്തല്ലോ. ആ ആ തകർത്തതിന് പിന്നില് ആരൊക്കെയാണെന്ന് കണ്ടെത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇല്ല, അന്വേഷണം നടത്താൻ സമ്മതിച്ചില്ല. അതാരാന്ന് അങ്ങേക്കറിയാമോ? ഏത് ആരാണ് തകർത്തതെന്നുള്ള അങ്ങേക്ക് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇല്ല, ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ രാത്രി 2:30 മണിക്ക് അവിടെ എത്തിയ ഒരാളുണ്ട്, സജി ചെറിയാൻ. ചെങ്ങന്നൂന്ന് എന്തിനായാലും എത്തി രാത്രി അവിടെ. അത് തകർത്ത് കഴിഞ്ഞു. രാത്രി 2:30 മണിക്ക് ഇയാൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്തിനെത്തി ഇപ്പോഴും ആരും അന്വേഷിച്ചിട്ടില്ല. അതേപ്പറ്റി അന്വേഷണം വേണ്ടെന്ന് പിണറായി പറഞ്ഞു. അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞു. കാരണം സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. കാരണമൊന്നും എനിക്കറിയില്ല. തകർത്ത കൃഷ്ണപിള്ള സ്മാരകം സാധാരണഗതി അന്വേഷണം നടക്കണമെന്ന് ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയില്ലാത്താണ്. അങ്ങ് പറയുന്ന ഒരു ഗുരുതരമായ കാര്യമാണ്. സജി ചെറിയാൻ എന്തിനാ അവിടെ എത്തിയത് അറിയില്ല. എന്തിനാ എത്തിയതെന്ന് അറിയില്ല. ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചു, സാറോട് എന്തിനാ അവിടെ എത്തിയത്, എന്താണ് അതിന്റെ താല്പര്യം? ഒരു പിടിപാടുമില്ല എന്താണെന്ന്. എല്ലാവരും അനുഭവത്തോട് കേൾക്കുക. ഇയാൾ അവിടെ എത്തിയിരുന്നു. അങ്ങേക്ക് പക്ഷെ അറിയാമോ ഇത് ആരാണ് തകർത്തതെന്ന് അങ്ങേക്ക് അറിയാൻ തോന്നുന്നു അല്ലേ? അങ്ങ് പറയുന്നില്ല. ആരാ തകർത്തതെന്ന് എനിക്ക് വ്യക്തികളെ പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റുന്നില്ല. കുറെ സഹകരണ പേരിൽ കേസെടുത്തത് അവരാരും അല്ല തകർത്തത്. അല്ല, വെറുതെ അവരൊന്നും തകർത്തിട്ടൊന്നുമില്ല. തകർത്തവർ പാർട്ടിയിലുണ്ടോ? എല്ലാവരും ഉണ്ട്. ആ, കുറെ സഹകരണങ്ങളെ പുറത്ത് കളഞ്ഞിരുന്നു. അവരെയൊക്കെ പിന്നീട് ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. അവരല്ല, പോലീസ് കേസെടുത്ത് കോടതി വരെ വെറുതെ വിട്ടു. അങ്ങേക്ക് അറിയുന്ന പോലെ ഇതറിയുന്ന വേറെ ആൾക്കാരുണ്ടാവല്ലോ. എന്തുകൊണ്ടാണ് അത് പുറത്തേക്ക് വരാത്തത്? അതൊരു വൈകാരിക വിഷയം കൂടിയാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല? അതേപ്പറ്റി അന്വേഷിക്കേണ്ട. അത് പാർട്ടി തീരുമാനിച്ചിരിക്കുകയല്ലേ. തീരുമാനിച്ചപ്പോഴത്തെ പാർട്ടി മെമ്പർമാരും അതിൽ ഇടപെടത്തില്ല. ഞാനും ഇടപെടാൻ പോയില്ല. പിന്നെ അങ്ങയോടും പറഞ്ഞിരുന്നു പാർട്ടി തീരുമാനിച്ചു ഇങ്ങനെ. സെക്രട്ടേറിയറ്റില്ല പറഞ്ഞ് അന്വേഷിക്കേണ്ടത്. സെക്രട്ടേറിയറ്റ് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അത് വേണ്ടാന്ന് പറഞ്ഞു. ആ തീരുമാനം എവിടെ നിന്നാ വന്നത്? വേണ്ട എന്നത് അത് സ്റ്റേറ്റ് സെക്രട്ടറി നിന്നാ വന്നത്. ഇവിടുന്ന് അന്വേഷിക്കണമെന്നല്ലേ പറയുന്നത്. ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അങ്ങ് ഇതൊക്കെ ആ സമയത്ത് തന്നെ മനസ്സിൽ ബാധിച്ച കാര്യങ്ങളാണ് അല്ലേ? ആണല്ലോ. ഇതുപോലെ എത്ര കാര്യങ്ങളാണ് കിടക്കുന്നത്. പക്ഷെ ഒന്നും നമ്മളാരും പറയില്ല. എത്രയോ സംഭവങ്ങളാണ്. പാർട്ടി അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ എന്നെ ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരിക്കലും ഞാനത് ലംഘിച്ചിട്ടില്ല. പാർട്ടിയുടെ മെമ്പർഷിപ്പ് സ്കൂട്ടറിൽ ഒഴിഞ്ഞ ശേഷം മാത്രമാണ്, പിന്നെയും 1-2 കഴിഞ്ഞാണ് ഞാൻ നോമിനേഷൻ ഡിക്ലെയർ ചെയ്തത്. പത്രസമ്മേളനം നടത്തും. അന്ന് ഞാൻ നടത്തിയില്ല. നിങ്ങൾക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയാം പാർട്ടിയുമായി ബന്ധപ്പെട്ട്. പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് കമ്മിറ്റിയുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഓരോ സെൻട്രൽ കമ്മിറ്റി കാര്യങ്ങൾ അവിടെ ഉള്ളവർക്ക് അറിയാം. PBയുടെ കാര്യം അവിടെ ഉള്ളവർക്ക് അറിയാം. സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കാര്യം അവിടെ അറിയാം. ജില്ലാ സെക്രട്ടറി എനിക്കറിയാം. ഞാൻ 10-40 വർഷം സെക്രട്ടറി ഇരുന്നതല്ലേ. അന്നത്തെ കാര്യം എനിക്കറിയാം. അതൊന്നും മറ്റുള്ളവരോട് പങ്കുവെക്കാറില്ല. ഇപ്പോഴും എല്ലാ കാര്യമൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇരുന്ന കാലത്ത് ചില കാര്യങ്ങൾ പറയാൻ പാടില്ല. ഈ കൃഷ്ണപിള്ള സഖാവിൻ്റെ പ്രതിമ തകർത്തതിൻ്റെ അന്വേഷണം നടക്കണമെന്ന അഭിപ്രായം ഇന്നും എനിക്കത് നടത്തേണ്ടതില്ല എന്ന് രജിസ്ട്രേഷൻ വന്നതുകൊണ്ടാണ് അന്നത് പറയാതെ. ഇപ്പം പറയുന്നതുകൊണ്ട് തെറ്റില്ല, കാരണം നടത്തേണ്ടതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിൽക്കും. അങ്ങക്ക് UDF പിന്തുണയുമുണ്ട്. അപ്പോൾ അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളായിരിക്കില്ല ചിലപ്പം കോൺഗ്രസ് പറയുക. കോൺഗ്രസിന് കുറച്ചുകൂടി അഗ്രസീവായ CPM-മായി ബന്ധപ്പെട്ട് മറ്റ് എതിർപ്പുകളുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടോ അങ്ങേക്ക്? ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ക്യാമ്പയിൻ നടക്കുന്നുണ്ടല്ലോ. ഞാൻ ആരോടും ആലോചിച്ചിട്ടല്ല എൻ്റെ കാൻഡിഡേച്ചർ പ്രഖ്യാപിച്ചു. ഞാൻ ജയിക്കുമെന്ന് എനിക്കറിയാം. ആ വോട്ട് എവിടെ നിന്നൊക്കെ? CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും BJP-യുടെയും കാൻഡിഡേറ്റ്സ് വരുന്നു. ഞാൻ 4 പേര് മത്സരിച്ചാലും ഞാൻ ജയിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയ ബുദ്ധി കാണിച്ചു. CPM-നെ പോലെ രാഷ്ട്രീയ ബുദ്ധിയില്ലായ്മയല്ല അവർ കാണിച്ചത്. രാഷ്ട്രീയ ബുദ്ധി കാണിച്ചു. എന്താ? സുധാകരന് പിന്തുണ കൊടുക്കുന്നതാണ്. ഈ സീറ്റ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, കേരളത്തിലാകെ അവർക്കൊരു മൈലേജ് കിട്ടും. ആലപ്പുഴ ജില്ല എന്തായാലും കിട്ടും.